നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം എന്ന് തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ UDF കേന്ദ്രങ്ങൾ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ 100 സീറ്റ് എന്ന UDFന്റെ പ്രതീക്ഷ നടപ്പിലായില്ലെങ്കിൽ പോലും 80-നും 90-നും ഇടയിൽ സീറ്റുകൾ നേടി UDF ഭരണം പിടിക്കുമെന്ന് തന്നെ അവർ കരുതുന്നു. ആ രീതിയിലാണ് അവരുടെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖരായ പലരും തോൽക്കും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MB രാജേഷ് എന്നിവർ തോൽക്കുമെന്ന് തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. LDF അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ടിംഗ് അനുസരിച്ച് 80-ൽ കൂടുതൽ സീറ്റുകൾ തന്നെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ നീക്കങ്ങളും നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകൾ ഉള്ളതിൽ കഴിഞ്ഞ തവണ 13 സീറ്റും LDFനായിരുന്നു. കോവളം വിൻസെന്റ് പിടിച്ചത് മാത്രമാണ് UDFന് ആകെ ആശ്വാസമായിരുന്നത്. എന്നാൽ ഇത്തവണ കോവളം നിലനിർത്തുമെന്നും നെയ്യാറ്റിൻകരയിലും അരുവിക്കര, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ 100% വിജയം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന കാട്ടാക്കടയിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും UDF വിജയിക്കും എന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നുണ്ട്. നേമവും കഴക്കൂട്ടവുമെല്ലാം നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങളുടെ വിശ്വാസം. വാമനപുരത്ത് ശക്തമായ മത്സരം നടന്നു എങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല UDF. ആകെയുള്ള 14 സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് 7 സീറ്റുകളെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് UDF കണക്കാക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലത്തേക്ക് വന്നാലോ, 11 സീറ്റുകളുള്ള കൊല്ലത്തിൽ കുണ്ടറയും കരുനാഗപ്പള്ളിയും നിലനിർത്തും. കൊല്ലം പിടിച്ചെടുക്കും. ചവറയും കുന്നത്തൂരും ശക്തമായ മത്സരമാണ് എങ്കിലും UDFന് ഒപ്പം പോരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ജയിക്കും എന്നുള്ള പ്രതീക്ഷ UDFനുണ്ട്. പത്തനാപുരത്തും ശക്തമായ മത്സരമാണ് നടന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 5 സീറ്റുകളെങ്കിലും പ്രതീക്ഷിക്കുന്നു UDF. LDF 6 മുതൽ 9 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്താണിത്. എന്നാലും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് UDFന് തികച്ച പ്രതീക്ഷയാണുള്ളത്. കൊല്ലത്തെ സംബന്ധിച്ച് 9 മണ്ഡലങ്ങളാണ്. അതിൽ ഹരിപ്പാട് UDF നിലനിർത്തും. അമ്പലപ്പുഴ G സുധാകരനിലൂടെ പിടിച്ചെടുക്കും. അരൂരും കുട്ടനാടും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. കായംകുളത്ത് നടന്ന ശക്തമായ പോരാട്ടത്തിലും UDFന് ചെറിയ പ്രതീക്ഷയൊക്കെയുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ 9-ൽ 8 സീറ്റുകളും LDFനായിരുന്നു. ഇത്തവണ UDF കൊല്ലത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത് 3 സീറ്റുകളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളിൽ 8ഉം LDFനായിരുന്നു. ഇത്തവണ ആലപ്പുഴയിൽ ഏറ്റവും കുറഞ്ഞത് 3 MLA-മാരെയെങ്കിലും UDF പ്രതീക്ഷിക്കുന്നു. അത് 4 വരെയാകാം എന്ന് തന്നെയാണ് അണിയറ വർത്തമാനവും. കോട്ടയത്ത് പുതുപ്പള്ളി, കോട്ടയം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കടുത്തുരുത്തി, പാല എന്നീ മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റുമാനൂരും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കും എന്ന് UDFന് കണക്കുകൂട്ടൽ. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 6 മുതൽ 8 വരെ സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കിയതാണ് ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും എന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. കൂടാതെ കീരിമേടും ഉടുമ്പൻചോലയും UDFന്റെ ലിസ്റ്റിലുള്ള മണ്ഡലങ്ങളാണ്. ദേവികുളത്ത് CPM വിട്ട് BJPയിലേക്ക് ചേക്കേറിയ രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ UDFനെ സംബന്ധിച്ച് നിർണായകമാണ്. ദേവികുളത്തും UDF വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. 5ഉം LDFന്റെ കുത്തകയാണ്. എന്നാൽ ഇത്തവണ കോന്നി ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും UDF നേടുമെന്നാണ് കണക്കുകൂട്ടൽ. വീണ ജോർജും പരാജയപ്പെടും എന്ന് തന്നെയാണ് UDFന്റെ കണക്കിൽ. എങ്കിൽ അത് രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചടിയാകും LDFന്.
5 സിറ്റിംഗ് MLA-മാരുണ്ട് എറണാകുളത്ത് LDF-ന്. എന്നാൽ UDF ഇത്തവണ കളമശ്ശേരി ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. 2020-യുടെ വോട്ട് എത്ര പിടിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും UDF-ന്റെ വിജയത്തിന്റെ കണക്ക് വരുന്നത്. 2020-ക്കും നിർണായകമായ സ്വാധീനം എറണാകുളത്തുണ്ട്. LDF-നാണെങ്കിൽ സിറ്റിംഗ് സീറ്റുകളായ 5 വിജയപ്രതീക്ഷയിലുമാണ്. 13 സീറ്റുകളാണ് തൃശൂരിൽ. അതിൽ 8 വിജയിക്കാമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ചാലക്കുടി, തൃശൂർ, മണലൂർ സീറ്റുകൾ ഉറപ്പാണ്. ശക്തമായ മത്സരം നടന്ന വടക്കാഞ്ചേരിയും ഇരിങ്ങാലക്കുട, ഒല്ലൂർ, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ സീറ്റുകൾ UDF-ന്റെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇടതുപക്ഷത്തിന് 11 സീറ്റുകളാണ് തൃശൂർ പ്രതീക്ഷിക്കുന്നത് എന്നോർമ്മിക്കുക. 12 സീറ്റുള്ള മലമ്പുഴയെ സംബന്ധിച്ച് 7 സീറ്റുകളും UDF 100% ഉറപ്പു പറയുന്നുണ്ട്. 5 സീറ്റുകൾ പ്രതീക്ഷയും. അവർ എഴുതിത്തള്ളുന്ന സീറ്റ് മലമ്പുഴ മാത്രമാണ്. പാലക്കാട് മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. MP രാജേഷ് തോൽക്കും എന്ന് തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷ. അങ്ങനെ ആ സീറ്റും പിടിച്ചെടുക്കാം എന്ന് UDF ഉറപ്പിക്കുന്നു. കൊങ്ങാട്, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നു എന്ന് തന്നെയാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. UDF തരംഗമാണെങ്കിൽ ഈ സീറ്റുകൾ കൂടെ പോരും എന്ന് തന്നെ അവർ കണക്കുകൂട്ടുകയാണ്. 16 സീറ്റാണ് മലപ്പുറത്ത്. ശക്തമായ മത്സരം നടന്ന പൊന്നാനിയും തവനൂരും ഒഴികെ 14 സീറ്റുകളും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പൊന്നാനിയിലും തവനൂരിലും ശക്തമായ മത്സരമാണെന്നും തരംഗമുണ്ടെങ്കിൽ പിടിച്ചെടുക്കാമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾ. എന്നാൽ ഇത്തവണ അതിൽ 7 സീറ്റുകൾ പിടിച്ചെടുക്കാമെന്നും UDF തരംഗമുണ്ടായാൽ 4 സീറ്റ് വീണ്ടും കൂടെ പോരും എന്നും UDF പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് സൗത്ത്, വടകര, കൊടുവള്ളി, കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം മണ്ഡലങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് UDF. എന്നാൽ UDF തരംഗമുണ്ടായാൽ കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, പേരാമ്പ്ര എന്നിവയും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. കണ്ണൂരിലെ പേരാവൂരും ഇരിക്കൂറും ഇപ്പോൾ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് നിലനിർത്തും എന്ന് UDF ഉറപ്പിക്കുന്നു. അത് കിട്ടില്ല എന്ന് LDF-ന്റെ റിപ്പോർട്ടിലുമുണ്ട്. 11 സീറ്റുകളുള്ള കണ്ണൂരിൽ പേരാവൂരും ഇരിക്കൂറും ഒഴികെ അഴീക്കോടും കൂത്തുപറമ്പ് ശക്തമായ മത്സരം നടന്നു എന്ന് തന്നെയാണ് UDF ഉറപ്പിക്കുന്നത്. തരംഗമുണ്ടായാൽ ആ സീറ്റുകൾ കൂടെ പോരും. കണ്ണൂർ പിടിച്ചെടുക്കും എന്നവർ ഉറപ്പിക്കുന്നു. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണ്. മന്ത്രി കേളു അവിടെ പരാജയപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് UDF. വയനാട്ടിലെ 3 സീറ്റുകളും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. കാസർഗോഡിൽ മഞ്ചേശ്വരം നിലനിർത്തുമെന്നും തൃക്കരിപ്പൂരും കാസർഗോഡും ശക്തമായ മത്സരം നടന്നു വിജയപ്രതീക്ഷയിലുമാണ്. 5 സീറ്റുള്ള കാസർഗോഡ് 3 സീറ്റുകളെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 99 സീറ്റ് നേടിയ LDF അതേ ആധിപത്യം നിലനിർത്താൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെ UDF പ്രതീക്ഷിക്കുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും പ്രതിഷേധ വോട്ടുകളും LDF-നെ തകർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF. ഒപ്പം UDF അനുകൂല തരംഗമുണ്ട് എന്ന് തന്നെ UDF കേന്ദ്രങ്ങൾ കരുതുന്നു. ആ രീതിയിലാണ് കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളും തുടരുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണ തുടർച്ചയ്ക്ക് തടയിടാൻ കഴിയുമെന്നും തങ്ങളുടെ അധികാരം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ മുന്നേറിക്കഴിഞ്ഞു. പാർട്ടി ഗ്രാമങ്ങൾ പോലും തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും വൻ വീഴ്ചയുണ്ടാകുമെന്നും ഭൂരിപക്ഷത്തിൽ വൻ കുറവുണ്ടാകുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.